ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് കൊണ്ട് ചോക്ലേറ്റ് ബാർ റെഡിയാക്കിയാലോ. അപ്പോൾ ഇന്നലെ യമ്മി ആയിട്ടുള്ള ചോക്ലേറ്റ് ബാർ റെഡിയാക്കാനായിട്ട് ഡാർക്ക് കോമ്പൗണ്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ചോക്ലേറ്റ് ബാർ റെഡിയാക്കാനായിട്ട് ഈ ഒരു മോൾഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാ വശത്തോടും ഒന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ എക്സസ് ആയിട്ടുള്ളത് ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ മോൾഡിൽ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പ്ലം കേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പീസ് എടുത്തിട്ടുണ്ട്. നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇങ്ങനെ കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്ത പ്ലം കേക്ക് നമ്മൾ ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് മീതയിലായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുറേ ഉണ്ട്. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്കൊക്കെ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മീതയിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് കവർ ചെയ്യണ രീതിയിൽ ഫുള്ളായിട്ട് നമുക്ക് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കാം. ഇതായി നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബാറൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ പതിയെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ചോക്ലേറ്റ് ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ആ പ്ലം കേക്കും ചോക്ലേറ്റും കൂടിയൊക്കെ വരുമ്പോൾ. അപ്പോൾ ഈ ബബ്ലി ചോക്ലേറ്റ് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക.